So hi guys, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്, നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Node.jsനെ കുറിച്ചിട്ടാണ്. സോ Node.js ലൈക്ക് ദ സെർവറാണ്, ഇറ്റ്സ് എ ബാക്ക് എൻഡ് സെർവർ. സോ നമ്മൾ Node.jsൽ നമ്മൾ എക്സ്പ്രസ് JS ആണ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ ഈ എക്സ്പ്രസ് JS എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഇത് ഡെവലപ്പ് ചെയ്തേക്കണ Node.js വെച്ചിട്ടാണ്. ഈസിയാണ് സെറ്റപ്പ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാണ്. പിന്നെ ഭയങ്കരമായിട്ട് പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും, ലൈക്ക് നമ്മളുടെ രീതിയിൽ നമുക്കതെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ HTTP മെത്തേഡൊക്കെ ഉപയോഗിക്കാൻ പറ്റും, അതേപോലെ URLസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പിന്നെ അതിൽ കുറേ മൊഡ്യൂൾസൊക്കെ ഉണ്ട്. പിന്നെ എക്സ്ട്രാ എല്ലാ അഡീഷണൽ റിക്വസ്റ്റും റെസ്പോൺസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മെയിനായിട്ട് നമുക്ക് റിയാക്റ്റിനായിട്ട് യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് നമുക്ക് നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഈ എക്സ്പ്രസ് JS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡ് ദ Node.js. സോ നമുക്കറിയാം, ലൈക്ക് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു സെറ്റപ്പ് ആയിരുന്നു. നമ്മുടെ കൺസോളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഹെലോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഹെലോ വരേണ്ടതായിരുന്നു. ഓക്കെ, ഐ നീഡ് ടു ഫിൽ ദ പാസ്വേഡ്. സോ നമുക്കിവിടെ ഒരു ഹെലോ വന്നിട്ടുണ്ട്. സോ നമുക്കറിയാം, ലൈക്ക് ഇതായിരുന്നു നമ്മളുടെ ഹോൾ സെറ്റപ്പ്. സോ ദ നെക്സ്റ്റ് തിങ് ഈസ്, നമ്മുടെ ലോഗിൻ പേജിൽ നമ്മളിപ്പോൾ ലോഗിൻ ചെയ്യണ ആളെന്നുള്ളത് ഞാൻ തന്നെ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് ഒരു കൺഫർമേഷൻ നമുക്ക് സെർവറിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ ബാക്കെൻഡ് ആയിട്ടുള്ള സെർവറിനായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ലോഗിൻ കണക്ട് ചെയ്യിപ്പിക്കുന്നില്ല, ബട്ട് വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ ബാക്കെൻഡ് കണക്ഷൻ വിത്ത് ദ റിയാക്ട് ആപ്പ്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയൊരു ഫോൾഡറാണ്. ലെറ്റ്സ് ക്രിയേറ്റ് നോട്ട് ഇൻസൈഡ് ദിസ് ഫോൾഡർ, സോ വി ക്യാൻ ജസ്റ്റ് ഗോ ഔട്ട്. പുറത്തമർത്തി കഴിഞ്ഞാൽ നമ്മൾ പുറത്തായി. ഓക്കെ, നമ്മൾ യൂട്യൂബ് റിയാക്ട് എന്നുള്ള ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷനിൽ തന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് പുറത്തുനിന്ന് തന്നെ ചെയ്യാം. ഓക്കെ, ഞാനൊരു സെർവർ എന്നുള്ള ഒരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ സെർവർ എന്നുള്ള ഒരു ഫോൾഡറിൽ ഞാൻ ഇനി ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു ഫയലാണ്. സോ ലെറ്റ് നെയിം ഇറ്റ് index.js എന്നുള്ള ഒരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ അത് ബ്ലാങ്ക് ആണ്. ഇനി നമുക്കൊരു ടെർമിനലിൽ പോവാം. സോ ഇവിടെ ഒരു ഓൾറെഡി ഒരു ടെർമിനൽ ഉണ്ട്, ഞാനൊരു CD ചെയ്തിട്ട് ബാക്ക് ചെയ്തു. ഓക്കെ, കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ചെയ്യാം CD സെർവർ. അപ്പോൾ നമ്മുടെ സെർവർ എന്ന് പറഞ്ഞുള്ള ഒരു ഫോൾഡറിലേക്കാണ് നമ്മൾ പോയത്. ഓക്കെ, സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ സെർവർ എന്നുള്ള ഒരു ഫോൾഡറിൻ്റെ അകത്താണ്. നെക്സ്റ്റ് തിങ് ദാറ്റ് വി നീഡ് ടു ഡു ഈസ് npm init എന്നാണ്. സോ npm init എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ നമുക്കിവിടെ കാണാം, ലൈക്ക് പാക്കേജ് നെയിം എന്താണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നു. അപ്പോൾ ലെറ്റ്സ് നെയിം ഇറ്റ് ആസ് സെർവർ ഇറ്റ് സെൽഫ്. വേർഷൻ എന്താണ് നമ്മളുടെ ആ ഒരു ഇതിൻ്റെ 1.0 തന്നെ. ഡിസ്ക്രിപ്ഷൻ എന്താണ്, ദിസ് ഈസ് എ ബാക്ക് എൻഡ് സെർവർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. എൻട്രി പോയിന്റ് എന്നുള്ളത് ഞാൻ index.js നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ index.js ആണ് എൻട്രി പോയിന്റ്. ടെസ്റ്റ് കമാൻഡ് എന്ന് പറയുമ്പോൾ npm run server എന്നുള്ള രീതിയിൽ നമുക്ക് ടെസ്റ്റ് കമാൻഡ് കൊടുക്കാം. ഗിറ്റർ ഇപ്പോൾ നമുക്കൊന്നുമില്ല, കീവേഡ്സ് നമുക്കൊന്നും കൊടുക്കണ്ട. ഓത്തർ ലെറ്റ്സ് നെയിം ഇറ്റ് ആസ് Mr.MalluProgrammer എന്നുള്ള രീതിയിൽ ഞാൻ കൊടുത്തു. ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, നമുക്ക് ആവശ്യമില്ല. ഈസ് ഇസ് ഓക്കെ, ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ച സംഭവം എന്നുള്ള പോലെ നമുക്കൊരു സ്ക്രിപ്റ്റ് കാണിച്ചു തന്നു. നമുക്ക് യെസ് കൊടുക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. സോ നമുക്കിവിടെ ഒരു package.json ഫയൽ നമുക്ക് ക്രിയേറ്റഡ് ആയി സെർവർ എന്നുള്ള ഒരു ഫോൾഡറിൽ. ഓക്കെ, സോ npm നമുക്ക് റൺ സെർവർ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ദ ടെസ്റ്റിംഗ്. സോ മിസ്സിംഗ് സ്ക്രിപ്റ്റ് സെർവർ എന്ന് പറഞ്ഞ രീതിയിൽ കാണിച്ചു. npm റൺ കൊടുക്കാനാണ് പറയണത്. ഓക്കെ, സോ npm ടെസ്റ്റ് എന്നുള്ളത് ഇതാണെന്നുള്ളത് കാണിച്ചു. അതൊന്നുമില്ലേ, നമുക്ക് ഓവറായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ മെയിൻ തിങ്, ദാറ്റ് ഈസ് ദ എക്സ്പ്രസ് JS. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കമാൻഡ് നമ്മൾ യൂസ് ചെയ്യണം. അത് വേറൊന്നുമല്ല, npm install express -save എന്നുള്ളൊരു കമാൻഡാണ് നമുക്ക് അത് ആഡ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം നമ്മളുടെ ഈ ഒരു ലൊക്കേഷനിൽ ഒരു നോഡ് മൊഡ്യൂൾസ് വന്നു. അതിൻ്റെ അകത്ത് വേറെ കുറേ നോഡ് മൊഡ്യൂൾസ് കിടക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് ഇതാണ് വേണ്ടത്, ലൈക്ക് എക്സ്പ്രസ്. ദിസ് ഇസ് ദ മെയിൻ തിങ്. സോ അത് കയറി കിടന്നിട്ടുണ്ട്.
നമ്മളുടെ ആ നോഡ് മോഡ്യൂൾസ് എല്ലാം നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്കൊരു സെർവർ റൺ ആക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ഇപ്പോൾ നമുക്കൊരു വാരിയബിൾ നമുക്കൊരു അസൈൻ ചെയ്യാം, ലൈക്ക് എക്സ്പ്രസ്. സിൻസ് ഇറ്റ് ഇസ് എ മൊഡ്യൂൾ, നമ്മളത് ഒരു വാരിയബിളിന് അസൈൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ പറയുകയാണെന്ന് റിക്വയർ എന്നിട്ട് കൊടുത്തിട്ട് നമ്മൾ എന്താ വേണ്ടത്, എക്സ്പ്രസ് ആണ് വേണ്ടത്, നമ്മൾ റിക്വയർമെൻറ്റ് കൊടുത്തു. ഓക്കെ, ഇവിടെ ആപ്പ് ഓപ്പൺ ആക്കാം, ആപ്പ് ഈസിക്കൽ ടു എന്നിട്ട് കൊടുത്തിട്ട് എക്സ്പ്രസ്, കാരണം നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു വേരിയബിൾ തന്നെ നമ്മൾ വിളിച്ചു. അപ്പോൾ ആപ്പ് എന്നുള്ളത് എക്സ്പ്രസ് ആപ്പാണെന്ന് നമ്മളുടെ നോഡ് മൊഡ്യൂളിൽ മനസ്സിലായി. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് ഡോട്ട് ഗെറ്റ് എന്നുള്ള കമാൻഡാണ് ഞാൻ കൊടുക്കുന്നത്. സോ ഗെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലൈക്ക് എനിക്ക് തായോ, ഗെറ്റ് എന്ന് വെച്ചാൽ മേടിക്കുക, വാങ്ങുക. പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്താ കൊടുക്കുക, നമ്മളൊരു പോസ്റ്റ് അയച്ചു, അങ്ങോട്ട് അയക്കുക. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടതെന്ന് പറയുമ്പോൾ ഒരു ഗെറ്റ് കമാൻഡാണ്. ഗെറ്റ് കമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ API റൺ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വെബ് ആപ്ലിക്കേഷനിൽ ലൈക്ക് എവിടെയാണോ നമുക്ക് ഈ API കോളായേ അവർക്കൊരു സാധനം കിട്ടും ഗെറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞു തന്ന് സ്ലാഷ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തന്ന് സ്ലഗ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാം. ഓക്കെ, സ്ലാഷ് സ്ലഗ് എന്നുള്ള രീതിയിൽ ഞാൻ കൊടുത്തു. ഓക്കെ, അവിടെ ഞാനൊരു കോമന്റ് ഇട്ട് ഞാൻ പറഞ്ഞു ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ആ ഫംഗ്ഷന് നമുക്കറിയാം ഒരു റിക്വസ്റ്റ് ഉണ്ടാവും, അതേപോലെ ഒരു റെസ്പോൺസ് ഉണ്ടാവും. അപ്പോൾ ഈ റിക്വസ്റ്റും റെസ്പോൺസും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ അകത്ത് തന്നെ ആട്ടോ നമ്മളെല്ലാം ചെയ്തത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ അടുത്തുള്ളൊരു റിക്വസ്റ്റ് നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം, QUEST എന്ന് പറഞ്ഞ് കൊടുക്കാം വേണമെങ്കിൽ, അല്ലെങ്കിൽ റെസ്പോൺസിന് RESPONSE എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തിങ് ലൈക്ക് വരുന്നത് റിക്വസ്റ്റ് ആയിരിക്കും, പിന്നെ ഒരു റെസ്പോൺസ് ആയിരിക്കും. റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്, ലൈക്ക് ഈ ഒരു സംഭവത്തിൻ്റെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിക്വസ്റ്റ് നമുക്ക് എടുക്കും. റെസ്പോൺസ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ സെർവർ കൊടുക്കേണ്ടത് എന്നാണ് ഇത് രണ്ടും കൂടി പറയുന്നത്. ഓക്കെ, സോ നമുക്കിപ്പോൾ ഇവിടെ എന്ത് പറയാമെന്ന്, റെസ്പോൺസ് ഡോട്ട് സെൻഡ്. ഇങ്ങനത്തെ ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ലൈക്ക് സ്ലാഷ് സ്ലഗിലേക്ക് ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ ദിസ് ഈസ് Mr.MalluProgrammer എന്നുള്ള രീതിയിൽ ഞാൻ കൊടുത്തു. ഫൈൻ, അപ്പോൾ നമുക്കറിയാം ലൈക്ക് എന്താണ് ഇപ്പോൾ ഉണ്ടായത്, ലൈക്ക് ഒരു റിക്വസ്റ്റ് വന്നു സ്ലാഷ് സ്ലഗ് എന്നുള്ള രീതിയിൽ നമ്മൾ റെസ്പോൺസ് കൊടുത്തു. ദിസ് ഈസ് MalluProgrammer എന്നുള്ള രീതിയിൽ ഒരു റെസ്പോൺസ് കൊടുത്തു. ഓക്കെ, നമുക്ക് ഇനി പുറത്തേക്ക് കിടക്കാം. ഇനി നമുക്ക് പറയാം ഏത് പോർട്ടിലാണ് നടക്കേണ്ടത് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആപ്പ് ഡോട്ട് ലിസൺ എന്ന് കൊടുക്കാം. സിൻസ് ഇപ്പോൾ നമ്മളിതിപ്പോൾ ഒരു ലോക്കൽ ഹോസ്റ്റിലാണ് റൺ ചെയ്യാനാണ് കാരണം കൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഹോസ്റ്റ് നെയിം നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ തൽക്കാലത്തിന് ലൈക്ക് 5000 എന്നുള്ള രീതിയിൽ കൊടുക്കാം, കാരണം ഓൾറെഡി നമ്മളുടെ ഇത് 3000-ലാണ് കിടക്കുന്നത്, ഇത് 5000-ലാണ്. ഓക്കെ, സോ ഇനി ഇത് എങ്ങനെ റൺ ചെയ്യാമെന്നാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. നോഡ് index.js. ഓക്കെ, സോ നമുക്കിവിടെ കാണാം ലൈക്ക് ഒന്നും പ്രിൻ്റ് ആയില്ല, ഒന്നും നടക്കുന്നില്ല എന്നുള്ള പോലെ നമുക്ക് തോന്നും. ലൈക്ക് ഇവിടെ ബ്ലാങ്ക് ആണ്. ബട്ട് നമ്മളെന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു കോപ്പി ചെയ്യാം. ഇതിൽ ഈ 3000 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, 5000 എന്നാക്കാം. സോ ഇതിവിടെ കാണുന്നത് എന്താ, കനോട്ട് ഗെറ്റ് എന്നാണ് കാണുന്നത്. കാരണം നമ്മൾ സ്ലാഷിലല്ല കൊടുത്തേക്കണേ, സ്ലാഷ് സ്ലഗിലാണ് കൊടുത്തേക്കണേ. സോ നമുക്കിവിടെ ഒരു സ്ലാഷ് കൊടുത്തിട്ട് സ്ലഗ് കൊടുത്താൽ എന്തുണ്ടാവും, യെസ് യു ക്യാൻ സീ ലൈക്ക് ഹലോ ദിസ് ഈസ് Mr.MalluProgrammer. സോ നമ്മളുടെ ആ ഒരു സെർവർ വർക്കിംഗ് ആണ്, ലൈക്ക് ആ സെർവർ എന്തെങ്കിലുമൊക്കെ റിസൾട്ട് കൊടുക്കുന്നുണ്ട്. സോ NodeJS എന്നുള്ളൊരു കൺസെപ്റ്റ്, ലൈക്ക് NodeJS സെർവർ എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ റിയാക്റ്റുമായിട്ട് ബന്ധപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് റിയാക്ട് ആപ്ലിക്കേഷനെയും നമ്മളുടെ ബാക്കെൻഡിലുള്ള നമ്മളുടെ ഈ MySQL അതേപോലെ ഡേറ്റാബേസസ് ഉണ്ടാവും, MongoDB, MySQL ഇങ്ങനെയുള്ള ഡേറ്റാബേസിലേക്ക് ഒരു കണക്ഷൻ വേണം ഈ നമ്മളുടെ റിയാക്ട് ആപ്ലിക്കേഷൻ. സോ ആ ഒരു കണക്ഷൻ നമുക്ക് കിട്ടിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു കണക്ഷൻ നമുക്കൊരു റിയാക്ട് ആപ്പിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെയിൻലി നമ്മളൊരു ബാക്കെൻഡ് സെർവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ബാക്കെൻഡ് സെർവറിലായിരിക്കും കുറച്ച് ക്രെഡൻഷ്യൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ലൈക്ക് നമുക്കിപ്പോൾ ഒരു ഡാറ്റാബേസിന് വേണ്ടി ഡയറക്റ്റ് കണക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഡേറ്റാബേസിൻ്റെ കണക്ഷൻ സ്ട്രിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈക്ക് പാസ്വേഡ് കാര്യങ്ങളൊക്കെ എൻവയോൺമെൻറ്റ് വേരിയബിളിലായിരിക്കും സ്റ്റോർ ചെയ്യുക എന്നുണ്ടെങ്കിലും, എൻവയോൺമെൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ലൈക്ക് നമ്മൾ പാസ്വേഡ് = എന്നുള്ള രീതിയിൽ നമ്മളിവിടെ കൊടുക്കാണ്ടേ അതൊരു .env ഫയലിൽ കൊടുത്തിട്ടുണ്ടാവും.
അത് നമ്മൾ ഈ സ്ക്രിപ്റ്റിലേക്ക് മേടിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ .env ആയതുകൊണ്ട് അതൊരു ഹിഡൻ ആയിട്ട് കിടക്കും, മറ്റുള്ളവർക്കൊന്നും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പോൾ എൻവിറോൺമെൻറ്റ് ഫയലിലായിരിക്കും പാസ്വേഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും Node.js എന്ത് ചെയ്യും, അത് എല്ലാം ഹാൻഡിൽ ചെയ്യും. അപ്പോൾ Node.jsന് ഒരു സെപ്പറേറ്റ് ഒരു ഡൊമൈൻ നെയിം ഉണ്ടാവും, backend./ എന്താണെന്നുള്ളത്. അപ്പോൾ ഒരു റിക്വസ്റ്റ് വരും, അതിൻ്റെ റെസ്പോൺസ് കൊടുക്കും. അല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ കോഡും കാര്യങ്ങളൊന്നും Node.js പുറത്തേക്ക് വിടില്ല. അപ്പോൾ ഇതാണ് മെയിൻലി നമ്മളൊരു ബാക്കെൻഡ് സെർവർ എന്തുകൊണ്ട് ഒരു വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ അതാണ്. ലൈക്ക് നമുക്കിത് നമ്മളുടെ ഈ റിയാക്ട് ആപ്പിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റും, ഇറ്റ്സ് പോസിബിൾ. ബട്ട് ദ സെൻസ് ലൈക്ക് ഈ ഒരു സെർവറിൽ നമുക്ക് ലൈക്ക് നമ്മൾ ഡേറ്റാബേസിനായിട്ട് കണക്ഷൻ വരുമ്പോൾ ആ സ്ട്രിങ് അതിൽ പാസ്സായി പോകും. ആ സ്ട്രിങ് പാസ്സായി പോയാൽ നമുക്കൊരു ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷനിൽ നമ്മൾ ഈ ഇൻസ്പെക്ട് ചെയ്തിട്ട് കിട്ടുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈക്ക് നമുക്കിതൊക്കെ കിട്ടാൻ പറ്റും, നമ്മളുടെ ഈ ഡേറ്റ മൊത്തം കിട്ടാൻ പറ്റും. ആപ്ലിക്കേഷനിലൊക്കെ പോയിട്ട് ഇതിലൊക്കെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു എലമെൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ആ ഒരു ക്രെഡൻഷ്യൽസ് ലോസ് ആവാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ ആ ഒരു ഡേറ്റാബേസിൻ്റെ ക്രെഡൻഷ്യൽസ് കിട്ടിയാൽ നമുക്കറിയാമല്ലോ ലൈക്ക് എന്തുവേണേ ചെയ്യാം. ക്രെഡൻഷ്യൽസ് ഉണ്ട്, ഒരു അഡ്മിൻ ക്രെഡൻഷ്യൽസ് ആണെങ്കിൽ പ്രത്യേകിച്ച് ലൈക്ക് എല്ലാ ഡേറ്റയും നമുക്ക് ക്ലീനപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഫേസ്ബുക്ക് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, എല്ലാ ആൾക്കാരും യൂസർ നെയിമും ലോഗിൻ വെച്ചിട്ട് പാസ്വേഡ് വെച്ചിട്ട് ലൈക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാസ്വേഡിൻ്റെയും എല്ലാ കാര്യങ്ങളും അവരുടെ ആ ഡേറ്റാബേസിൻ്റെ ആ ഒരു കീ കിട്ടി കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഏത് പുറത്തുനിന്നുള്ള ആൾക്കും എല്ലാവരുടെ പാസ്വേഡും കിട്ടും. വേണമെങ്കിൽ അതെല്ലാവരുടെ ഡേറ്റാബേസിൽ നിന്ന് കളയാനും പറ്റും. ആകെ ഒരു ഡേറ്റ ലീക്ക് ഉണ്ടായിട്ട് ആകെ മൊത്തം പ്രശ്നമാകും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യണേ, ഒരു ഡെഡിക്കേറ്റഡ് ബാക്കെൻഡ് സെർവർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ബാക്കെൻഡ് സെർവറിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും, ലൈക്ക് ഒത്തൻറ്റിക്കേഷൻ, API കീസ് എല്ലാം കൊടുക്കാൻ പറ്റും. അതേപോലെ API കീസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഈ റിക്വസ്റ്റ് നടന്നില്ലേ, ഇപ്പോൾ ഇവിടെ ഒരു റിക്വസ്റ്റ് നടന്നു, ലൈക്ക് / എന്ന് പറയുമ്പോൾ ഇവിടെ വന്നിട്ട് വിളിച്ചു, ഓക്കെ, ആ റിക്വസ്റ്റ് നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ API കീസ് എന്നുള്ള സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു കീ പാസ് ചെയ്താൽ മാത്രമാണ് ഇത് തരുള്ളൂ. പിന്നെ ആ കീ ഓരോ ഹവറിൽ വെച്ചിട്ട് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ കീ കിട്ടാൻ വേറെ API വിളിക്കണം. ആ API വിളിക്കണമെങ്കിൽ നമ്മളുടെ ക്രെഡൻഷ്യൽസ് പാസ് ചെയ്യണം, ആ യൂസറിൻ്റെ ക്രെഡൻഷ്യൽസ് പാസ് ചെയ്യണം. അങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബെറർ ടോക്കൺ കിട്ടും. ആ ടോക്കൺ യൂസ് ചെയ്തിട്ട് API കീ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഓതറൈസേഷൻ നമുക്ക് നടത്താം. അപ്പോൾ അതൊരു 1 hour മാത്രമാണ് അത് നിലനിൽക്കുള്ളൂ. ഇത് കുറച്ചുകൂടി കോർ കൺസെപ്റ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ലെറ്റ്സ് മേക്ക് ഇറ്റ് സിമ്പിൾ. സോ ഇത് പറഞ്ഞല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്തു, ഇതൊന്ന് പ്രിൻറ്റ് ചെയ്തപ്പോൾ ഇവിടെ കിട്ടി, ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ ഇനി ഇതിൻ്റെ ഒരു യൂസ് കേസ് ആയിട്ടുള്ള പോസ്റ്റ്മാൻ വരുന്നുണ്ട്, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു റഷ് സോ ഫാസ്റ്റ്. ഇപ്പോൾ തന്നെ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയി ധൃതിയിൽ. സോ യാ,